പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ കിട്ടിയിട്ടുള്ള സെറ്റ് സാംസങ്ങിൻ്റെ F14 എന്ന് പറയുന്നുള്ള ഒരു സെറ്റാണ്. M146B എന്ന് പറയുന്നുള്ള മോഡലാണ്. സെറ്റ് ഡെഡാണ്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളത് ലോജിക് അനലൈസർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളത്. DC പവർ സപ്ലൈ നമ്മൾ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 177 ആ റേഞ്ചിൽ മില്ലി ആംപിയറിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുള്ളതാണ്. ഓൾറെഡി MMC ആവാനാണ് സാധ്യത. ഇതൊരു കോമൺ ഫോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് ജമ്പർ ചെയ്തിട്ട് നമ്മളെ ലോജിക് അനലൈസറിൽ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡാറ്റ ഞാൻ കാണിച്ചു തരാം. ജമ്പർ ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഡാറ്റ എടുക്കാനുള്ള കാരണം വെച്ചാൽ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നോക്കി കഴിഞ്ഞാൽ കാണാം CPU ഒക്കെ ചെയ്തിട്ടുണ്ട്. CPU കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ വെറുതെ പോയിട്ട് വീണ്ടും ചെയ്യണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ലോജിക് അനലൈസർ ഉപയോഗിച്ചിട്ട് ഡാറ്റ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ലോജിക് അനലൈസറിൻ്റെ ഡാറ്റ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുള്ളത് ലോജിക് അനലൈസറിൻ്റെ ഡാറ്റയാണ്. ഓക്കെ, ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നുള്ള 5V എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ടിങ് ബൂട്ടിങ് നടക്കുന്നുണ്ട്. അതിനുശേഷം 50 അത് ഓക്കെയാണ്. പക്ഷെ ഇതിൽ എററിങ് ഓപ്ഷനാണ് വരുന്നുള്ളത്. രണ്ടാമത് വരുന്നുള്ള 89 വരുന്നുണ്ട്. അതിന് ശേഷം വരുന്നുള്ളത് 9F. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ബോർഡിൻ്റെ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റ നോക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കംപ്ലയിൻറ്റ് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഇത് വരുന്നുള്ളത് E2 എന്ന് പറയുന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റത്തെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു ഇതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നുള്ള ഡാറ്റ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് വരുന്നുള്ള ഡാറ്റയാണ് F5 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ആയിട്ട് വരുന്നുള്ള ഒരു പ്രോബ്ലമാണ്. പക്ഷെ അതും ഇതിലിപ്പോൾ കാണിക്കുന്നുള്ളത് MMC അതേപോലെ തന്നെ RAM സെക്ഷനിലുള്ള കംപ്ലയിൻ്റ് ആണ് എന്നാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ ബോർഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കാണുന്നില്ലെങ്കിൽ ഇപ്പോൾ സംഭവം കാണാം. ഓൾറെഡി ചെയ്തിട്ടുണ്ട്. MMC പൊക്കിയിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ CPU എന്തായാലും പൊക്കിയിട്ടുണ്ട്. CPU സൈഡ് കാണുമ്പോൾ നോക്കാറേ. അപ്പോൾ എന്തായാലും നമുക്ക് MMC പൊക്കാം. ഓക്കെ, എന്തായാലും കോമൺ ഇഷ്യൂ ആണ് വരുന്നത്. എന്തായാലും നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലോജിക് അനാലിസിസ് നമ്മൾ മാറ്റി വെച്ച് ശേഷം നമ്മൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ സാധനം ഐസ് റിമൂവ് ചെയ്യാം.